സന്ധ്യ മയങ്ങിയപ്പോൾ നമ്മൾ ചന്തയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പും കുരുമുളകുപൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് പെരട്ടി വറുത്തെടുക്കാൻ വേണ്ടിയുള്ള കത്രിക്കയാണ് അമ്മ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് എന്നെ സെലക്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ച് വഴുതനയും ഇരിപ്പുണ്ടായിരുന്നു. ഇവരെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് പേര് മേളിൽ കെട്ടിത്തൂങ്ങി നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് മസാല, സോയാബോൾ, പപ്പടം, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കൂടിയൊക്കെ പറിച്ച് കുറച്ച് പേര് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ കടപ്ലാവിനോട് പിണങ്ങി വന്നിരിക്കുന്ന കടച്ചക്ക, തീരെ ചെറിയ പച്ചമുളക്, കണ്ണിലിട്ടാൽ കറിയിരിക്കുന്ന കണ്ണൻ ചേമ്പ്, പിന്നെ ഉള്ളിൽ കയ്പ് മാത്രം നിറച്ച് വെച്ചിരിക്കുന്ന അതീവ ഗുണങ്ങളുള്ള കറുത്ത പാവയ്ക്ക, പിന്നെ കുറച്ച് ഗുണങ്ങളുള്ള മറ്റ് വെള്ള പാവയ്ക്ക, ഉള്ളിൽ പുഴുവിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് ചിരിച്ച് കാണിക്കുന്ന കോളിഫ്ലവർ, അകത്ത് നമ്മളെ നോക്കിയിരിക്കുന്ന ഉരുണ്ട ക്യാബേജ്, മുമ്പ് ഭയങ്കര VIP ആയിരുന്ന ഒരാളും നമ്മളെ നോക്കി വെളുത്തുള്ളി, പിന്നെ നീണ്ട ചേമ്പ്, പച്ച കൈതച്ചക്ക. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ ഉണ്ടല്ലോ, പണ്ട് വല്ല തെങ്ങും തോപ്പും തുടങ്ങിയാൽ മതിയായിരുന്നു, പഠിക്കാൻ പോകണ്ടായിരുന്നൊക്കെ തോന്നി കേട്ടോ. എന്നാ വിലയല്ലേ, തൃക്കണ്ണും കാണിച്ച് വെറുതെ നമ്മളെ നോക്കി ഇരിക്കുക. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഉണങ്ങിയ മുളകുകൾ, പലതരത്തിലുള്ള പപ്പടമൊക്കെ. നമ്മൾ നോക്കി നിൽക്കുന്നത് പിതാശ്രീയാണ്. പിതാശ്രീ വന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളത്തിൽ കൂടെ നമ്മൾ പട്ടിക്കുട്ടന്മാരെയൊക്കെ പിന്നിലാക്കി പോകുന്നത് ഈ ഒരു അറവശാലയിലേക്കാണ് കേട്ടോ. ഇതുങ്ങളുടെ ദയനീയമായിട്ടുള്ള കരച്ചിൽ കേൾക്കാനായിട്ട് ത്രാണിയുള്ളവർ മാത്രം ഇവിടെ വന്നാൽ മതി. അറക്കാൻ വെട്ടുമ്പോൾ ഒരു ദയനീയമായിട്ടുള്ള കരച്ചിലുണ്ട്, സഹിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ VIP ആയിട്ടുള്ള കുറച്ച് പേര് ഇതേപോലെ തട്ടിൽ 3 നിലയിൽ കയറി നിൽപ്പുണ്ട്. ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകളുടെ പേര് എനിക്ക് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ഇനി നമ്മൾ പോകുന്നത് ഇതിങ്ങോട്ടാണ് കേട്ടോ. ഹൈ റേഞ്ചിലെ അതികഠിനമായിട്ടുള്ള തണുപ്പും അതിൻ്റെ കൂടെ വരുന്ന കാറ്റും വിറയലൊക്കെ കൊണ്ട് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഒരു ഐറ്റമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പേരാണ് വടി. കഴിക്കുന്നതാണ് കേട്ടോ ഈ ഐറ്റം. ഇതാണ് അൽബൂരി. കണ്ടാൽ വടയാണെന്ന് തോന്നും. പിന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് തേങ്ങയും ഇതിൻ്റെ മുകളിൽ വിതറിയിട്ടുണ്ടാവും. ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ തണുപ്പിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ചായ കുടിക്കുന്നതിനോടൊപ്പം ഇവരെയും അകത്താക്കുന്നതാണ്. ചില്ലുകൂട്ടിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ പൂക്കേക്കിനെ നമുക്ക് മറക്കാൻ പാടുണ്ടോ? കൂടുകളിൽ വരുന്നതിനേക്കാളും രുചി എന്ന് പറയുന്നത് ചില്ലുകൂട്ടിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പൂക്കേക്കിനാണ്. അങ്ങനെ പതകളുള്ള നമുക്ക് 3 ചായ നമ്മളെ തേടി വന്നേക്കുവാണ് കേട്ടോ. ഈ പൂക്കേക്കിൻ്റെ ഓരോ ഇതളും നമ്മൾ പറിച്ച് ഇന്ന് കഴിക്കുന്നതായിരിക്കും നമ്മളുടെ വിശപ്പടക്കാൻ വേണ്ടി. അങ്ങനെ കാത്തിരുന്ന നമ്മുടെ കട്ടപ്പന ഐറ്റം അൽബൂരി വന്നേക്കുവാണ്. ഒരുപാട് തേങ്ങയൊക്കെ മേളിൽ ചുമന്നാണ് വന്നേക്കുന്നത്. നമ്മളിതൊന്നും കഴിക്കും തോന്നുന്നില്ല തേങ്ങ കേട്ടോ. അങ്ങനെ ഒരു അൽബൂരിയെ 2ആയിട്ട് കീറിക്കൊന്നതിന് ശേഷം ഒരു പീസ് ഞാനും കഴിക്കും, ഒരു പീസ് അമ്മയും കഴിക്കും കേട്ടോ. ഈ അൽബൂരിയും വടിയും ഇത് രണ്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഫുള്ളായിട്ടും കഴിക്കാൻ പറ്റും. ഇത് ഓയിലിയാണ്, അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റിയാണ്. ഒരു പാഴ്സലായിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഒരുപാട് തവണ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്നും ഇവർ മാത്രം ബാക്കി വരും. ഇന്നത്തെ കാലത്ത് ഈ തേങ്ങ ബാക്കി വരുന്നത് ഭയങ്കര ഒരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വാങ്ങുമ്പോൾ ഈ പഞ്ചസാര ലായനി നമ്മൾ എടുത്ത് കളയാറുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.